ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫും തമ്മിലുള്ള വ്യത്യാസമാണ്. എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫും എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫും ഒരേ അർത്ഥമാണ്. ധാരാളമായി, അധികമായി എന്ന അർത്ഥത്തിലാണ് എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫും ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. നമുക്ക് ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. എ ലോട്ട് ഓഫ്, ശ്രദ്ധിക്കേണ്ട കാര്യം, എ ലോട്ട് ഓഫ്, എ ലോട്ട് ഓഫ്, എ ലോട്ട് ഓഫ്. അപ്പം ലോട്ട്സ് ഓഫോ, ഈ എ ഉപയോഗിക്കുമ്പോൾ ലോട്ടിൻ്റെ കൂടെ എസ് ഉപയോഗിക്കാൻ പാടില്ല. എ ലോട്ട് ഓഫ്, എ ഒഴിവാക്കി കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. എ ലോട്ട് ഓഫ്, എ ഒഴിവാക്കിയാൽ ലോട്ട്സ് ഓഫ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് പിന്നെ നമുക്ക് ഒരേ അർത്ഥമാണ് വരുന്നത്, ഞാൻ പറഞ്ഞു. പിന്നെ ഇത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടി അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടി, എണ്ണാൻ പറ്റുന്ന നൗണിൻ്റെ കൂടി എണ്ണാൻ പറ്റാത്ത നൗണിൻ്റെ കൂടി ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. ഇത് ലോട്ട്സ് ഓഫ് ആണ് നമ്മൾ സംസാര ഭാഷയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലോട്ട്സ് ഓഫ്, കാഷ്വൽ കോൺവെർസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, കാഷ്വലായിട്ട് ഉപയോഗിക്കുന്നത് ലോട്ട്സ് ഓഫ് ആണ്. ലോട്ട് ഓഫ്, എ ലോട്ട് ഓഫ് എന്നുള്ളത് എഴുത്ത് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ലോട്ട്സ് ഓഫ്, എ ലോട്ട് ഓഫ്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ഓക്കെ. എ ലോട്ട് ഓഫ് കൂടുതൽ സാധാരണമായ, വെരി കോമൺ ഉപയോഗമാണ്. ഫോമലായും ഇൻഫോമലായും ഉപയോഗിക്കാം. കൗണ്ടബിൾ, അതായത് എണ്ണാവുന്ന നൗണുകളോട് കൂടിയും അൺകൗണ്ടബിൾ, എണ്ണാനാകാത്ത നൗണുകളോട് കൂടിയും ഉപയോഗിക്കാം. ലോട്ട്സ് ഓഫ് ഇൻഫോമൽ, അതായത് സംസാര ഭാഷയിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. അർത്ഥം എ ലോട്ട് ഓഫ് എന്നതുപോലെ തന്നെയാണ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും അൺകൗണ്ടബിൾ നൗണുകളോടും ഉപയോഗിക്കാം. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട്. ഷീ ഹാസ് എ ലോട്ട് ഓഫ് മണി, അവൾക്ക് ധാരാളം പണം ഉണ്ട്. ദർ ആർ ലോട്ട്സ് ഓഫ് ബുക്സ് ഇൻ ദ ബാഗ്, ബാഗിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഹി ഹാസ് ലോട്ട്സ് ഓഫ് എനർജി, അവന് ധാരാളം ഊർജം ഉണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഹോംവർക്ക് ടുഡേ, ഇന്ന് എനിക്ക് ധാരാളം ഹോംവർക്ക് ഉണ്ട്. ഷീ ഹാസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്, അവൾക്ക് ധാരാളം സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമയുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ഹി ഹാസ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ, അവന് സ്കൂളിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്. വി ഹാവ് ലോട്ട്സ് ഓഫ് ടൈം നൗ, ഇപ്പോൾ നമ്മൾക്ക് ധാരാളം സമയമുണ്ട്. ദ ബോട്ട് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ഫ്രം ദ മാർക്കറ്റ്, അവർ മാർക്കറ്റിൽ നിന്ന് ധാരാളം പഴങ്ങൾ വാങ്ങി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കി പഠിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക.